അപ്രതീക്ഷിതമായ ഒന്നുകൂടി ട്രംപ് ചെയ്തു വെച്ചു. സ്വയം കൃതാനർത്ഥം എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. സ്വന്തം ചെയ്തികൾക്ക് ഉള്ള ശിക്ഷ. എക്കാലത്തും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളിൽ അമേരിക്കയെ സഹായിച്ചിട്ടുള്ളത് നെയ്റ്റോ ആണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നമുക്കറിയാം, നോർത്ത് അറ്റ്ലാന്റിക് എന്ന് പറയുമ്പോൾ അത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഉള്ള കാനഡ, അമേരിക്ക, കിഴക്കുള്ള വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്, പിന്നെ ജർമ്മനി, ബെനിലക്സ്, ബെൽജിയം, നെതർലൻഡ്സ്, ലക്സംബർഗ്, അതുപോലെ സ്പെയിൻ, പോർച്ചുഗൽ, ഇതെല്ലാം വരും. എല്ലാ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയും ചേർന്ന്. ഏത് രാജ്യത്തോടാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഊഷ്മള ബന്ധമുള്ളത്? യൂറോപ്പിൽ കാനഡയോട് എന്താണ് ബന്ധം? മാർക്ക് കാർണിയോട് പറഞ്ഞു, താൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, 100% ടാരിഫ് അടിച്ചങ്ങോട്ട് തരും. ചൈനയുമായി കച്ചവടം നടത്താനും വ്യാപാര കരാർ, സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാനുമാണ് തീരുമാനമെങ്കിൽ അടിച്ചങ്ങോട്ട് തരും. മാർക്ക് കാർണി പറഞ്ഞു, നിങ്ങൾ പോയി പാട് നോക്ക്, അമേരിക്കയുടെ ചെലവിലല്ല ഞങ്ങൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്ന് കാനഡയ്ക്ക് പറയേണ്ടി വരുന്നു. നമ്മൾ വിചാരിച്ചു മുൻ പ്രധാനമന്ത്രിയുമായിട്ടാണ് പിന്നെ കുഴപ്പം. ഇല്ല, പ്രധാനമന്ത്രി മാറി വന്നിട്ടും ട്രംപിന്റെ നിലപാടിൽ കാനഡയുള്ള അയൽ രാജ്യമാണെന്ന് ഓർക്കണം. അപ്പൊ കാനഡയെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലൻഡിന്റെ കാര്യം പറഞ്ഞ് ഡെൻമാർക്കിനോട് പിണങ്ങി. ഡെൻമാർക്കിനോടൊപ്പം ചേർന്ന് നിന്ന കട്ടക്ക് നിന്നു യൂറോപ്പിലെ ബിഗ് 3 ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. അതായത് കെയർ സ്റ്റാമറും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, പിന്നെ ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതോടൊപ്പം തന്നെ നെതർലാൻഡ്സും ഡച്ചുകാർ നിന്നു. അതോടൊപ്പം ഡെൻമാർക്കിന്റെ ആണല്ലോ ഗ്രീൻലാൻഡ്. പക്ഷേ അതിൽ ട്രംപിന്റെ ആ ഒരു നിലപാട് അതിശയപ്പെടുത്തി. കൊച്ചുകുട്ടികൾ പോലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരു സംശയം തോന്നി. 10% ടാരിഫ് അടിച്ച് കൂടുതൽ ടാരിഫ്, പിന്നെ പറയുന്നു പിന്നെ ജൂണിലായി കഴിയുമ്പോൾ 25% ടാരിഫ്. ഗ്രീൻലാൻഡ് അവരുടെ കൈമുതലായിട്ടുള്ള ഒരു രാജ്യം, കൈവശമുള്ള ഒരു പ്രദേശത്തെ ഞങ്ങൾക്കിങ്ങ് വേണം, ഞങ്ങളങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? തന്നില്ലെങ്കിൽ താരിഫ്. ഈ മലയാളത്തിലൊരു സേയിങ് ഉണ്ട്, ഈ പോയാലൊരു വാക്ക് കിട്ടിയാലൊരു ആന. അത്രയുമേ നമ്മളൊക്കെ ചിന്തിച്ചുള്ളൂ അല്ലേ? വഴിയേ പോയൊരാന. ഈ കൊച്ചുകുട്ടി ചോദിച്ചു, തരാമോ? ആനക്കാരനോട് ചോദിച്ചു, തരാമോ എന്ന്. തരില്ലായിരിക്കാം, തരാമോ? ഇത് തരാം, ഏതെങ്കിലും കാരണവശാൽ എന്നാൽ എടുത്തോളൂ മോനെ കുട്ട, നീ എടുത്തോളൂ, ആന എടുത്തോളൂ എന്ന് പറഞ്ഞാൽ കിട്ടിയാലൊരു ആന. പോയാലൊരു വാക്ക് തരാമോ എന്ന് ചോദിച്ചല്ലേ, തരാമോ എന്ന് ചോദിച്ചു വെച്ചു. തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആനയെ ഞങ്ങളിങ്ങ് എടുക്കും, തന്നില്ല എങ്കിൽ ആനയെ ഞങ്ങളിങ്ങ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻലാൻഡ് ആന തന്നെയാണ്. ഡെൻമാർക്ക്, ഇട്ടാവട്ടം സ്ഥലത്തുള്ള ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 1000 ഇരട്ടി വലിപ്പമുള്ള ഗ്രീൻലൻഡ് വലിയ ഒരു ഭൂമിയാണ്. പവർ ഇല്ലായിരിക്കാം, ജനങ്ങളില്ലായിരിക്കാം, പക്ഷേ വിഭവങ്ങളുള്ള സ്ഥലമാണ്. സെക്യൂരിറ്റി പാരഡൈമിൽ, അമേരിക്കയുടെ സുരക്ഷാ പാരഡൈമിൽ, അമേരിക്കയുടെ മാത്രമല്ല യൂറോപ്പിൻ്റെ ആകമാനം സുരക്ഷാ പാരഡൈമിൽ വൻപൻ സാധ്യതയാണ് ഗ്രീൻലാൻഡിലുള്ളത്. കാരണം വടക്കൻ സമുദ്രങ്ങളിലെ മഞ്ഞുരുകി കഴിയുമ്പോൾ പാൻഡോറാസ് ബോക്സ് തുറക്കുന്നത് പോലെയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരും. ഒരുപക്ഷെ അപ്രത്യക്ഷമായ രോഗാണുക്കൾ ഒരുപക്ഷെ വന്നേക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടന്ന മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ ലോകത്ത് മറന്നുപോയ ഒരുപാട് ഈ പിന്നെ ജേംസും രോഗാണുക്കളും കാണും, പ്ലേഗ് കാണും. അത് വെളിയിൽ വന്ന അതൊക്കെ നെഗറ്റീവ് കാര്യം. പോസിറ്റീവ് കാര്യം എന്താ? അതിനടിയിൽ നിധിയാണ്. മണ്ണിൻ്റെ അടിയിൽ പൊന്ന് മാത്രമല്ല എല്ലാ ധാതുക്കളും ഉള്ള സ്ഥലമാണ് ഡ്രില്ലിംഗ്. അത് അമേരിക്കൻ ടെക്നോളജി ക്യാൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എവിടെ വിഭവമുണ്ടെങ്കിലും അവിടെ ട്രംപിന്റെ കഴുകൻ കണ്ണുകൾ എത്തിയിരിക്കും. ഇതാണ് സത്യം.